ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 18 ആണ്ടുവട്ടം 11-ാം വാരം ബുധൻ. തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം ദൈവത്തിന് സ്വീകാര്യമായ ദാനധർമ്മത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചും ധ്യാനിക്കുവാനാണ് നമ്മെ ക്ഷണിക്കുന്നത്. തപസ് കാലത്തിന്റെ മുഖമുദ്രകളാണ് ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയും. ആണ്ടുവട്ടത്തിലും ഇവ മൂന്നും നമ്മുടെ ധ്യാന വിഷയമാക്കുവാൻ തിരുസഭാ മാതാവ് നമുക്ക് നൽകുന്നതിന്റെ അർത്ഥം, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്തുവാൻ പറ്റുന്നതല്ല ഇവ മൂന്നും. ഒരു ക്രൈസ്തവന്റെ ആത്മീയ ജീവിതയാത്രയിലെ ബന്ധങ്ങളുടെ 3 തലങ്ങളാണ് ഇവ. ദൈവവുമായുള്ള ബന്ധത്തെ പ്രാർത്ഥനയും, സഹോദര ബന്ധത്തെ ദാനധർമ്മവും, സ്വന്തം ആത്മാവുമായുള്ള ബന്ധത്തെ ഉപവാസവും പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ 3 ബന്ധങ്ങളെയും വിശദീകരിക്കുകയും ദൈവത്തിന് സ്വീകാര്യമാക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. പ്രാർത്ഥനയെ നിർവചിക്കുന്നത് ദൈവത്തോടുള്ള സംഭാഷണം എന്നാണ്. ദൈവത്തോട് പറയുന്നത് മാത്രമല്ല, ദൈവം നമ്മോട് പറയുന്നതും നാം കേൾക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തോട് മാത്രമുള്ള ഏറ്റുപറച്ചിലായി മാറിപ്പോകുന്നു. അവിടുത്തെ സ്വരം ശ്രവിക്കുവാൻ പരിശ്രമിക്കുന്നില്ല. ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവികമായ ഒരു നിശബ്ദത ആവശ്യമാണ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമായി മാറുന്നു. ദാനധർമ്മം സഹോദര ബന്ധത്തിന്റെ അടയാളമാണ്. ദാനധർമ്മം ദൈവത്തിന് സ്വീകാര്യമാകുന്നത് നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കുമ്പോഴാണ്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ 10 രൂപയുടെ സഹായം ചെയ്തിട്ട് 10,000 രൂപയുടെ പരസ്യം ചെയ്യുന്നവരാണ് നമ്മൾ. ഹൃദയവിചാരങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിന് സ്വീകാര്യമായ വിധത്തിൽ നമ്മുടെ ദാനധർമ്മങ്ങൾ രൂപാന്തരപ്പെടട്ടെ. ഉപവാസത്തിലൂടെ സ്വന്തം ആത്മാവിന്റെ വിശുദ്ധീകരണമാണ് സംഭവിക്കേണ്ടത്. ഉപവസിക്കുക എന്നാൽ കൂടെ വസിക്കുക എന്നാണ് അർത്ഥം. പലപ്പോഴും നാം ഒഴുക്കിനനുസരിച്ച് യാത്ര ചെയ്യുന്നവരാണ്. അതാണ് നമ്മുടെ എല്ലാം കംഫർട്ട് സോണുകളും. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുവാനും എല്ലാവരോടുമൊപ്പം കാര്യങ്ങൾ ചെയ്യുവാനുമാണ് നമുക്ക് പൊതുവെ ഇഷ്ടം. എന്നാൽ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ ശീലം നാം വളർത്തിയെടുക്കണം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ദൈവത്തിന് സ്വീകാര്യമായി മാറട്ടെ. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് സ്വീകാര്യമായി രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. ഈ ദിവസത്തിന്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനാശംസകളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു.